ഞാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഒരൊറ്റ മൈൻഡിൽ രാത്രി ഇരുന്ന ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് പിറ്റേന്ന് നാട്ടിലെത്തിയ കഥയാണ് ഇന്ന് പറയുന്നത്. ഒരൊറ്റ ദിവസമാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നെക്സ്റ്റ് ഡേ തന്നെ ടിക്കറ്റും എടുത്തിട്ട് നേരെ തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് നാട്ടിൽ പോകുന്നത് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിൽ കൂടുതൽ മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഇവിടെയുള്ളവർക്ക് കൊണ്ടുവരേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഇരുമ്പമ്പുളിയൊക്കെ അച്ചാറിടാനുള്ള പരിപാടിയാണ് ഇന്ന്. നേരെ ആവശ്യത്തിനുള്ള കായെല്ലാം പറിച്ചെടുത്ത് സെറ്റ് ആക്കിയിട്ട് ഇതാ അച്ചാറിടാൻ പോവാണ്. ഈ പുളിയും എരിവുള്ള സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഇരുമ്പമ്പുളിയൊക്കെ ഉപ്പ് കൂട്ടി കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടാട്ടോ. അച്ചാറിനുള്ളത് പറിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും 4-5 അകത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുളിയുടെ കാര്യം പറയണ്ടല്ലോ, ഒടുക്കത്തെ പുളിയായിരുന്നു. ഇത് ഞാനാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം എല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതേപോലെ കുഞ്ഞായിട്ട് റൗണ്ട് ആക്കി കട്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും അച്ചാർ പൊടിയാണ് ഇട്ടിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള അച്ചാറായതുകൊണ്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. ചട്ടിക്ക് വെച്ച് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക്കും അതിന്റെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവപ്പൊടിയും കായപ്പൊടിയും വിനാഗിരി എല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഇരുമ്പമ്പുളിയൊക്കെ സെറ്റ് ആക്കി ടൈക്കാൻ കിട്ടുകൊടുക്കുക. അപ്പൊ അത് കൂടുതൽ അലങ്കോലപ്പെടുത്താണ്ട് തന്നെ എന്റെ അടിപൊളി അച്ചാർ ഇവിടെ സെറ്റ്. ഞാൻ ഈ ടേസ്റ്റ് നോക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ, നല്ല യമ്മി ആയിട്ടുണ്ട്. ഉച്ചയ്ക്കാണെങ്കിൽ ലഞ്ച് കഴിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു അച്ചാറും നല്ല ചൂട് ചോറും കൂട്ടിയിട്ടാണ് കഴിച്ചത്. ചൂട് ചോറിന്റെ കൂടെ കുഴച്ചിട്ട് ഈ അച്ചാർ കൂട്ടി കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാം. എന്നാ പിന്നെ നെക്സ്റ്റ് വീഡിയോ കാണാല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.